മുതുകുളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലുള്ള മംഗലത്ത് ബംഗ്ലാവിൽ റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നു. തങ്ങളുടെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉപരോധ സമരം നടത്തി. മുതുകുളം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ മംഗലത്ത് ബംഗ്ലാവിൽ റോഡാണ് ഈ കാണുന്നത്. ഏകദേശം 15 വർഷത്തോളമായി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് റോഡിൽ ചെറിയ മഴ പെയ്താൽ തന്നെ ആഴ്ചകളോളം വെള്ളക്കെട്ട് ഉണ്ടാകും. ഇപ്പോൾ മലിനജലമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. മാലിന്യം കലർന്ന് കറുത്ത നിറത്തിലാണ് വെള്ളം ഇപ്പോഴുള്ളത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം കെട്ടിക്കിടന്ന് ഒരു പച്ച കളറിലെ വെള്ളമാണ് ഇതുവഴി ഒഴുകുന്നത്. എല്ലാവരുടെയും കാലിനുമൊക്കെ അസുഖമാണ്. വീടുകളിൽ ഇരിക്കാൻ പറ്റുന്നില്ല ദുർഗന്ധം കൊണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു റോഡിന്റെ ഈ ഒരു ശോചനീയാവസ്ഥ മാറ്റി കിട്ടണം. വിളിച്ചാൽ പോലും വരില്ല. അതാണ് ഞങ്ങളുടെ ദയനീയാവസ്ഥ. കഷ്ടപ്പാടാണ്. കാരണം ഇവിടങ്ങളിലുള്ള ജനങ്ങൾക്ക് പോയി സാധനം പോലും മേടിക്കാൻ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. കാരണം അത്ര സാധനത്തിന് പോകാൻ പറ്റുന്നില്ല. കാരണം വിളിച്ചു പറഞ്ഞിട്ട് പോലും അവർ പറയുന്നത് ഇവിടെ കൊണ്ടുതരാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ റോഡ് നല്ലതല്ല. ഞങ്ങൾക്ക് നടക്കാൻ എങ്ങും പോകാൻ പറ്റത്തില്ല. ഞങ്ങളൊരു ദ്വീപ് സമൂഹത്തിൽ ഇത് ആകപ്പെട്ട പോലെ ഞങ്ങളുടെ വെള്ളത്തിൻ്റെ വാട കൊണ്ട് വീട്ടിലിരിക്കാനും പറ്റത്തില്ല. നടക്കാൻ വയ്യ. വെള്ളത്തിൻ്റെ വാടയാണെങ്കിൽ അതിലും അപ്പുറം. ഞങ്ങൾ എങ്ങനെ ഇതിൽ ജീവിക്കും? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ സ്കൂളിൽ പോകും? എത്ര കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന റോഡാണെന്നറിയാമോ ഇതിൽ? ദ്വീപിൽ നമ്മൾ അകപ്പെട്ടതുപോലെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സകലരും ഈ റോഡിൽ കൂടെയാണ് പോകുന്നത്. വേറെ എങ്ങോട്ടും നമുക്കൊരു റോഡില്ല. നടക്കാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നുമേ രക്ഷയില്ലാത്ത രീതിയിലാണ്. വെള്ളത്തിന് ഒഴുക്കില്ല, ഓട പണിഞ്ഞിട്ടില്ല, ഒന്നുമേ ഇല്ല. എല്ലാം കൊണ്ടും വളരെ കഷ്ടമാണ്. പ്രായമുള്ളവർക്കൊക്കെ ഒന്നൊരു പെട്ടെന്നൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ വണ്ടി വരത്തില്ല. 10 വർഷത്തിൽ കൂടുതൽ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ആൾക്കാരും കുട്ടികളും എല്ലാം നടന്നു പോകുന്നത് സ്കൂളിൽ. ഇപ്പം തന്നെ കണ്ടില്ല എത്ര സ്കൂൾ കുട്ടികളും ഈ റോഡിന്റെ കുഴി കൊണ്ട് ഓട്ടോയ്ക്കും സ്കൂട്ടറിനും ആർക്കും നടക്കാൻ പറ്റില്ല. മാലിന്യം കെട്ടിക്കിടന്ന് അസഹ്യമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. നിരവധി കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഈ റോഡിൽ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്തെ ചില കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാരക രോഗം ബാധിച്ചവരും വൃദ്ധജനങ്ങളും ഈ റോഡിന്റെ സമീപത്തെ വീടുകളിലുണ്ട്. ഇവർക്ക് ആശുപത്രിയിൽ പോകുന്നതിനും മറ്റും വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങൾ പോലും ഈ റോഡിലൂടെ കടന്നു വരാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഉപരോധ സമരം നടത്തി. പൊതുപ്രവർത്തകയായ വിദ്യാപ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. സുനിത കൈലാസം കൃതജ്ഞത പറഞ്ഞു. റോഡിന്റെ ശോച്യാവസ്ഥ ഇനിയെങ്കിലും പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.